ഒരു വെറൈറ്റി മൂവി സജഷൻ വേണോ? റെഡി. ബട്ട് സ്ഥിരമായിട്ട് സജഷൻസുമായിട്ട് വരണമെങ്കിൽ തിരിച്ചും നിങ്ങളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ? ഓക്കെ, അപ്പോൾ മൂവിയിലേക്ക് പോയാലോ? ഓക്കെ, ഇന്നത്തെ അപ്പോൾ ഒരു ഡോക്യുമെൻ്ററി മൂവിയാണ്. ഡോക്യുമെൻ്ററി എന്ന് കേൾക്കുമ്പോൾ സ്റ്റഡി ക്ലാസ്സിലെ പോലത്തെയും ഉപദേശിക്കൽ ടൈപ്പൊന്നുമല്ല. നല്ല ഇൻട്രസ്റ്റിങ്ങും ത്രില്ലിങ്ങും അല്ലെ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻ്ററി മൂവീസ് ഉണ്ട്. അങ്ങനത്തെ ഒരെണ്ണമാണ് ഇത്. 2018 ഇറങ്ങിയ 3 ഐഡൻറ്റിക്കൽ സ്ട്രേഞ്ചേഴ്സ്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 3 ബ്രദേഴ്സ്. നമ്മൾ ഈ ഇരട്ട കുട്ടികൾ എന്ന് പറയുന്ന പോലെ 2 പകരം 3 കുട്ടികൾ, കാണാൻ ഡിറ്റോ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. അവർ ജനിച്ച ഉടനെ 3 ഫാമിലീസ് അവരെ കൊണ്ടുപോയിട്ട് 3 രീതിയിൽ വളർത്തുന്നതും 19ാമത്തെ വയസ്സിൽ അവർ യാദർശികമായി കണ്ടുമുട്ടുന്നതും പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ചതുമായിട്ടുള്ള നല്ലതും ട്രാജഡി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഈ മൂവിയിൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ് ആൻഡ് ഡോക്യുമെൻ്ററി ടൈപ്പ് കൂടെയല്ലേ. അപ്പോൾ ഇതിലെ ആൾക്കാരൊക്കെ തന്നെ നേരിട്ട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ഫൂട്ടേജസ്, പിന്നെ പാസ്റ്റൊക്കെ കാണിക്കാനായിട്ട് കാസ്റ്റിനെ വെച്ച് റീഇനാക്ട് ചെയ്തിട്ടുള്ള സീൻസ്, അവരുടെ തന്നെ കുഞ്ഞിലത്തെയും വലുതായിട്ടുള്ളതുമായിട്ടുള്ള പിക്ചേഴ്സ്, അങ്ങനെ എല്ലാം കമ്പൈൻ ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതൊരു മൂവി ആക്കിയേക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഫിലിം ഇവർ സ്പ്ലിറ്റ് ആവാനുള്ള റീസൺ, എന്തിനാണ് അങ്ങനെ 3 പേരെ 3 സ്ഥലത്തായിട്ട് 3 രീതിയിൽ വളർത്തിയത്, അതിൻ്റെ റീസണൊക്കെ അവർ മനസ്സിലാക്കുന്നതും ഒക്കെ ഈ ഫിലിമിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമ്മൾ ആ മൂവി കഴിഞ്ഞ് അതിനെപ്പറ്റി ചിന്തിക്കാനും ഇങ്ങനത്തെ വേറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓർക്കാനും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാനും ഉള്ളൊരു തോന്നലും നമുക്കുണ്ടാകും. ഡോക്യുമെൻ്ററി ടൈപ്പ് മൂവീസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മൂവിയാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഫിലിം കണ്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ലെങ്കിലും എന്നാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു മൂവിയാണെന്ന് ഞാൻ പറയൂ. ബിക്കോസ് ഡോക്യുമെൻ്ററി മൂവീസിലും ഇതുപോലത്തെ എൻഗേജിങ് ആയിട്ടുള്ളത് ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ പിന്നെയും അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ഇതേപോലത്തെ മൂവീസ് തിരിഞ്ഞു പിടിച്ച് കണ്ടോളൂ. അപ്പോൾ അങ്ങനെ കൂടുതൽ ഫിലിംസ് കാണാൻ തോന്നുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ ചാനൽ എടുത്ത് നോക്കണം. അപ്പോഴേക്കും കൂടുതൽ മൂവി സജഷൻസുമായിട്ട് ഞാനും വരാം. അതുവരെ ബൈ.